അയോധ്യയിലേക്കാണ്. അയോധ്യയിൽ ഇന്ന് ധ്വജാരോഹണം. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് വിളംബരം ചെയ്യുന്ന ധ്വജാരോഹണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഉച്ചയ്ക്ക് 12-നും 1 മണിക്കും ഇടയിലാണ് ചടങ്ങ്. ഇതിനു മുൻപായി അയോധ്യയിൽ മോദി റോഡ് ഷോ നടത്തും. രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകും അയോധ്യയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും വിശ്വാസികൾ കാത്തിരുന്ന ആ ഒരു ദിവസം ഇന്നാണ്. നാളെ മുതൽ ഏറ്റവും പ്രധാനമായി രാമക്ഷേത്രം മുഴുവനായി വിശ്വാസികൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് ദർശനത്തിന് നാളെ മുതൽ പൂർണ്ണമായും ആ ക്ഷേത്രം ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇന്നെന്തായാലും ധ്വജാരോഹണ ചടങ്ങ് നടക്കുകയാണ്. ചടങ്ങ് എപ്പോഴത്തേക്കാണ്? അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഭവ്യ, ഏറെ ഭക്തി നിർഭരമായ ഒരു പ്രഭാതത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലോ കാണാം. നമുക്കിപ്പോൾ ഇവിടെ വലിയ റെസ്ട്രിക്ഷൻ ഉണ്ട് എങ്കിൽ പോലും ആ അയോധ്യയുടെ ഓരോ വഴികളും, ഇപ്പോൾ രാംപഥിലാണ് ഞാനുള്ളത്. ഈ അയോധ്യയുടെ ഓരോ വഴികളിലേക്കും ലക്ഷോപലക്ഷം ആളുകൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ്. വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ. അവർക്കൊക്കെ എല്ലാവർക്കും ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കില്ല. കാരണം ക്ഷണിക്കപ്പെട്ട ഏതാണ്ട് 7000 ആളുകൾക്ക് മാത്രമാണ് ക്ഷേത്രത്തിനുള്ളിൽ ഇന്ന് പ്രവേശനം ഉണ്ടാകുക. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോകുന്ന സമയം വരെ, ഏതാണ്ട് ഉച്ചവരെ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. നമുക്ക് ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക്, ക്യാമറകൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് ഒരു 300-400 മീറ്റർ അകലെ മാത്രമാണ്, ക്ഷേത്രത്തിന്റെ കവാടത്തിൽ നിന്ന് ഒരു 400 മീറ്റർ അകലെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല. ആളുകൾ എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരെ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വരെ ഇല്ലാത്ത തരത്തിലുള്ള വലിയ നിയന്ത്രണങ്ങൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നിൽക്കുന്ന പ്രദേശം വരെ മാത്രമാണ് നമുക്ക് പ്രവേശനമുള്ളത്. അതിനുശേഷം ശക്തമായ കർശനമായ പരിശോധനകളുടെ പാസുകൾ കൂടി നോക്കി മാത്രമാണ് അങ്ങോട്ടേക്കുള്ള ആളുകളെ കടത്തിവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഇന്നത്തെ പ്രഭാതത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് തന്നെ പറയുന്നത്. ഏതാണ്ട് 11:30 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ഷേത്രത്തിന് ഒരു 3 കിലോമീറ്റർ അകലെയുള്ള സാകേത് എന്ന ഒരു PG കോളേജ് ഉണ്ട്. ഈ സാകേത് കോളേജിലുള്ള പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ റോഡ് ഷോ, അത് 2-2.5 കിലോമീറ്റർ നീളുന്ന ഒരു റോഡ് ഷോ ഉണ്ടാകും. ആദ്യം അദ്ദേഹം വരുന്നത് ഈ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെയുള്ള ഹനുമാൻ മന്ദിറിലാണ്. ഹനുമാൻ ഗർഹി എന്നറിയപ്പെടുന്ന ഹനുമാന്റെ വലിയ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ എത്തി ദർശനം നടത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം പ്രധാനമന്ത്രി അയോധ്യ ക്ഷേത്രത്തിലെത്തി രാംലല്ലയെ തൊഴുത് പ്രാർത്ഥിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമാകും അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുക. ഏതാണ്ട് 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണ് ഈ ചടങ്ങ്. ധ്വജാരോഹണം എന്ന അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അതായത് 2020 ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നു. 2024 ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അതിന്റെ ക്ഷേത്രത്തിന്റെ പൂർത്തീകരണം, അതായത് 5 വർഷം കൊണ്ട് ക്ഷേത്രത്തിന്റെ പൂർത്തീകരണം 3 നിലകളും പൂർത്തീകരിക്കുന്നു. ഇന്നലെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറിയിരുന്നു. നമ്മൾ ദർശനത്തിനായി പോയതാണ്. അതിമനോഹരമായ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് പ്രധാനമന്ത്രി പോയതിനു ശേഷം എത്തിക്കാൻ സാധിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്രത്തോളം അതിമനോഹരമായ രീതിയിൽ എല്ലാ വാസ്തു ശില്പകലകളും ചേർത്ത് വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായി, വലിയൊരു ക്ഷേത്രമായി അതിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിർമ്മാണത്തിന്റെ ഏതാണ്ട് 98% മാത്രമാണ് പൂർത്തിയായത് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ബാക്കിയുണ്ട് എങ്കിലും ക്ഷേത്രത്തിനകത്തുള്ള നിർമ്മാണങ്ങളെല്ലാം പൂർത്തിയാകുന്നു. ഉപദേവതകളുടെ പ്രതിഷ്ഠകളെല്ലാം പൂർത്തിയാക്കുന്നു. കലശപൂജയോടുകൂടി ആ ചടങ്ങുകൾക്ക് പ്രൗഢഗംഭീരമായ രീതിയിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നു. ഇന്നിപ്പോൾ ഏതാണ്ടൊരു 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണ് പ്രധാനമന്ത്രി ഈ ചടങ്ങ് നിർവഹിക്കുക. പ്രധാനപ്പെട്ട അതിഥികളായി ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കർ, MS ധോണി, ഒപ്പം അമിതാഭ് ബച്ചൻ എന്നിവർ VIP-കളായി എത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ക്ഷണിക്കപ്പെട്ട 7000-ഓളം വിവിധ മേഖലകളിലുള്ള 7000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വാഹനങ്ങൾ പോലും പരിമിതമായി മാത്രം, അതായത് പാസുള്ള അമ്പലത്തിലെ കാര്യങ്ങൾക്ക് പോകാൻ മാത്രമുള്ള വാഹനങ്ങൾ മാത്രമാണ് പരിമിതമായി കടത്തിവിടുന്നത്. വാഹനങ്ങളൊക്കെ ഏതാണ്ട് 1/2 കിലോമീറ്റർ മുൻപ് തടഞ്ഞ് ഇട്ട ആളുകൾക്ക് നടന്നു പോകാം. പാസ്സുള്ളവർക്ക് അത് വളരെ കൃത്യമായി പാസ് വേണം. പാസ്സുള്ളവർക്ക് നടന്നു പോകാം എന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ധ്വജാരോഹണമെന്ന ഭാരതം കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ്. ആ സമയത്ത് അത്രയും വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും മറ്റും ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇവിടെയും
ഈ എല്ലായിടത്തും എല്ലാ പ്രദേശങ്ങളും ജയ് ശ്രീറാം വിളി മുഖരിതമാവുകയാണ്. ജയ് ശ്രീറാം വിളിയാണ് ഇപ്പോൾ എല്ലാ പ്രദേശങ്ങളും. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, സന്യാസിമാർ, ആചാര്യന്മാർ അടക്കം അനവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയും അവരൊക്കെ ദർശനത്തിനായി ഈ പരിപാടിയിൽ പങ്കെടുക്കാനും മറ്റുമായി എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടക കേന്ദ്രമായി അയോധ്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ പ്രത്യേകത. ശുചിത്വമുള്ള ഒരു നഗരം, പ്രശാന്ത സുന്ദരമായ ഒരു നഗരം, ഒരുപാട് വികസനങ്ങൾ കടന്നു വരുന്ന ഒരു നഗരം. അങ്ങനെ യു പിയുടെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഒരു തീർത്ഥാടന നഗരമായി, ഒരു തീർത്ഥാടക ടൂറിസം കേന്ദ്രമായി അയോധ്യ മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കർശന നിയന്ത്രണങ്ങളോടുകൂടി ആളുകളെ കയറ്റിവിടുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് 3 മണിക്കൂറോളം പ്രധാനമന്ത്രി ഇവിടെ ചിലവിടും, അയോധ്യ ക്ഷേത്രത്തിൽ ചിലവിടുമെന്നാണ്. അതായത് 11:30 വന്നാൽ ഏതാണ്ട് 2:30-3 മണിക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി മടങ്ങുക. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നിർമ്മാണ തൊഴിലാളികളെ പ്രധാനമന്ത്രി കാണുന്നുണ്ട്. ഒപ്പം എഞ്ചിനീയർമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായും ആചാര്യന്മാരുമായും പ്രധാനമന്ത്രി കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഒരു വലിയ ചടങ്ങായി ഈ ധ്വജാരോഹണം മാറുകയാണ്. ഭവ്യ, രഞ്ജിത്ത്, നമുക്കറിയാം BJPയുടെ പ്രകടന പത്രികയിലെ അല്ലെങ്കിൽ എപ്പോഴും പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അയോധ്യയുടെ പൂർത്തീകരണം, അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമെന്നുള്ളത്. അതാണിപ്പോൾ പൂർത്തിയാകുന്നത്. പൂർണ്ണമായും നാളെ മുതൽ ക്ഷേത്രം വിശ്വാസികൾക്ക് കൊടുക്കുന്ന സമയത്ത് അത് BJPയെ സംബന്ധിച്ച്, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ വിജയം കൂടിയായി കണക്കാക്കും. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള പല തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ അയോധ്യ ഒരു പ്രധാന വിഷയമായി ഉയരുമെന്ന കാര്യത്തിലും സംശയമില്ല, അല്ലേ? തീർച്ചയായും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ വലിയൊരു കൂറ്റൻ ഫ്ലക്സിന്റെ ദൃശ്യങ്ങൾ ആദ്യം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഫ്ലക്സുകളിലും, ഇവിടുത്തെ എല്ലാ പോസ്റ്ററുകളിലും ബാനറുകളിലുമുള്ള മുഖ്യ ആൾ എന്നുള്ളതാണ്. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇവിടെ എല്ലാ പരിപാടികളും. പ്രശ്നത അവിടോട്ട് നോക്കിയാൽ അവിടെയും ചെറിയ ഫ്ലക്സുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്ററുകൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മോദിയുടെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ആളുകളെ മനസ്സിലാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് കേന്ദ്ര ബിന്ദു നരേന്ദ്രമോദി തന്നെയാണ്. നമുക്കറിയാം, പ്രാൺ പ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ അതിനുശേഷം ധ്വജാരോഹണ സമയത്തും അദ്ദേഹം തന്നെ മുഖ്യാതിഥിയായി വരുന്നു. തൊട്ടപ്പുറത്ത് RSSന്റെ സർവ്വസംഘചാലക് മോഹൻ ഭാഗവത്തിന്റെ പടം വെച്ചുള്ള ഫ്ലക്സുകളും അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ അതിലൊക്കെ പ്രാധാന്യത്തോടു കൂടി തന്നെ നരേന്ദ്രമോദിയെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം മോഹൻ ഭാഗവതും ശ്രീ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഒക്കെ ഈ ചടങ്ങിന്റെ വലിയ ഭാഗമായി മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ തന്നെ രാഷ്ട്രീയമായി കൂടി അയോധ്യ വളരെ കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിച്ചിരുന്നു. പക്ഷേ അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ BJPക്ക് പരാജയം സംഭവിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കുക എന്ന ലക്ഷ്യം കൂടി ഇത്തരം പരിപാടികൾക്കുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ വരുന്ന ആളോടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും യോഗിയുടെയും മോദിയുടെയും കാര്യം മാത്രമാണ് പറയാനുള്ളത്. യോഗിജിയും മോദിജിയും ചേർന്നാണ് അയോധ്യ ഈ തരത്തിൽ എത്തിച്ചത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, വളരെ മനോഹരമായി. നമ്മൾക്ക് 2 വർഷം മുമ്പ് വരുമ്പോഴുള്ള ഒരു അയോധ്യ അല്ല ഇത്. ഇവിടെയൊക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നു, ബാങ്കുകൾ വരുന്നു, ATM വരുന്നു, ഹോട്ടലുകൾ വരുന്നു, വലിയ വലിയ ഇന്നിപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി പോയതിനു ശേഷമായിരിക്കും തുറക്കാനുള്ള അനുവാദം. പക്ഷെ അങ്ങനെ ഒരു ചെറിയ ഗ്രാമപ്രദേശം എന്നതിൽ നിന്ന് മാറി വലിയൊരു പട്ടണമായി അയോധ്യ മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നമ്മളൊക്കെ ഇന്നലെ പറഞ്ഞതുപോലെ ഭവ്യ 2 ലക്ഷം പേര് ഒരു ദിവസം വന്നു പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ എത്രത്തോളം അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ ഉണ്ടാകണം എന്നതുകൂടി ചേർത്ത് വെക്കണം. അത്രത്തോളം വികസനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എത്തിച്ചുകൊണ്ട് തന്നെയാണ് UP സർക്കാർ അയോധ്യയെ കാണുന്നത്. യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. അങ്ങനെ എല്ലാ തരത്തിലും ഒരു അയോധ്യ എന്ന വലിയ ഒരു നഗരമായി ഇത് മാറുന്നു, തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഈ ധ്വജാരോഹണം കഴിയുന്നതോടുകൂടി ക്ഷേത്രം പൂർത്തീകരിക്കും ഇത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ള UP സർക്കാരിന്റെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനം അതേതാണ്ട് പൂർണ്ണമാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി തന്നെയാണ് UP സർക്കാർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ചടങ്ങ് നടത്തുന്നതും. ഏതാണ്ട് 70-70.5 ഏക്കറിൽ ഉള്ള ഒരു വലിയ ക്ഷേത്രം, അതിൽ 2.5 ഏക്കർ 70 ഏക്കർ മുഴുവനുള്ള ക്ഷേത്രം, അതിൽ 2.5 ഏക്കറിൽ മാത്രമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളായി ഏതാണ്ട് 191 അടി ഉയരത്തിൽ ധ്വജപ്രതിഷ്ഠ അല്ലെങ്കിൽ ധ്വജാരോഹണം നടത്തുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ വലിയ ചടങ്ങ്, ഒരുപക്ഷെ ഇന്ത്യ കണ്ടതിലേക്കും ഏറ്റവും വലിയ ഒരു ചടങ്ങായി ഇതിനെ മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമുണ്ട്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ടാകും. 2.5 കിലോമീറ്ററോളം ഈ റോഡ് ഷോ
കടന്നുപോകും അതാണ് സമീപ രഞ്ജിത്ത് പ്രദേശങ്ങളിൽ നിന്ന് ഈ